അപ്പോൾ നമ്മുടെ വീഡിയോ ഫസ്റ്റ് കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യണേ. ലൈക്ക് ചെയ്തിട്ട് അടുത്ത വീഡിയോയിലേക്ക് ഇങ്ങനെ വാച്ച് ചെയ്യുക. ഫസ്റ്റ് ലൈക്ക് അടിച്ചോളി, മറന്നു പോകുക, ലൈക്ക് അടിക്കണേ. നല്ലതാ കുഞ്ഞയില. കറി വെക്കാൻ ഇന്നത്തെ കറിൻ്റെ സ്പെഷ്യൽ നല്ല അയില കേട്ടോ. പട്ടക്കുന്ന അയില. കുറച്ച് കറി വെച്ചാൽ മതി. മത്തി ഉണ്ടോ? മത്തി ഇല്ല. മത്തി പേടിയില്ലേ? എയിലറിയോ? ആ സ്വർണ്ണത്തിൻ്റെ വെട്ടിയിലതാ മത്തി. മത്തി അല്ല, സ്വർണ്ണത്തിൻ്റെ വെട്ടിയിൽ. അപ്പോൾ താലെല്ലാം ഉണ്ട്, പൂച്ചയും താറാവല്ലോ. ഒരിക്കലെന്നാ അവർക്ക് ഒരേക്കർ സ്ഥലം എഴുതി കൊടുക്കാം പോക്കാനായിട്ട്. അപ്പോൾ എനിക്കത് നല്ല മാന്ത കിട്ടിയിട്ടുണ്ട്. നല്ല ഇത് പൊളിച്ച് കഴിഞ്ഞാൽ പൊരിച്ചാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇവരെല്ലാം ഒന്ന് വെയിറ്റിങ്ങില്ല. ഇവർക്കെല്ലാം ഒന്ന് കൊടുത്താ കിട്ടിയാ? എല്ലാം മഴയാണ്ട് ഇവരെല്ലാം നനഞ്ഞിട്ടാ ഉള്ളേ, എല്ലാം പെരങ്ങിയിട്ടുള്ളു. ഇപ്പോൾ കുറച്ചിട്ടാകുമ്പോൾ പുളികളെല്ലാം വരും. പൂച്ചകളൊക്കെ ഉണ്ട്. മഴ വരുന്നുണ്ട്, നല്ല മഴ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഷീറ്റൊക്കെ നമുക്ക് നല്ല അയിലും മാന്തയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതാ കൈമന്ന് കോയെല്ലാം കൊത്തി കൊണ്ടുപോകുന്നിടത്ത് കൊണ്ടേക്കട്ടെ. അപ്പോൾ മഴ കൊള്ളുന്നതായിട്ട് ഇതാ ഷീറ്റൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇതാ വണ്ടീൻ്റെ അവിടെ ഇതാ ഷീറ്റൊക്കെ കെട്ടിയിട്ടുണ്ട്. അത് മഴ പെയ്യുമ്പോൾ താറാവിനും കോഴിക്കൊക്കെ അവിടെ പോയി നിൽക്കുക. പക്ഷെ എന്നാൽ അവർ പോയി നിൽക്കില്ല, അവർ നനഞ്ഞിട്ട് തന്നെ നടക്കൂ. ഫ്രിഡ്ജ് ബോക്സ്, ഈ ഷീറ്റ് മുന്ന് വരുന്ന വെള്ളം ഇതാ ഫ്രിഡ്ജ് ബോക്സിൽ പിടിച്ച് വെച്ചു. അപ്പോൾ ഇനി പെട്ടികളും കാര്യങ്ങളൊക്കെ ഇതിൽ കഴുകാം. വെള്ളം വേസ്റ്റ് ആകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ നല്ല മഴയാണ്. ഇതിങ്ങനെ ഈ ഷീറ്റെല്ലാം കെട്ടിയോണ്ടാന്ന് ഇവിടെ നിന്നിട്ട് വർത്താനം പറഞ്ഞു. അല്ലെങ്കിൽ മഴക്കത്ത് അങ്ങ് കയറി പോകേണ്ടി വരും, പണിയെല്ലാം ബ്ലോക്കായി പോകും. ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ പണിയൊക്കെ എടുക്കാം. ഷീറ്റ് ഇങ്ങനെ കെട്ടിയത് കൊണ്ട്. കുറച്ച് ചെമ്മീനാ ഇത് ഇരുന്ന് കാണുമ്പോഴേക്കും തനിക്ക് കറി വെക്കാനാ. നാളെ ബിരിയാണി വെക്കാൻ. നാളെ ബിരിയാണി. അപ്പോൾ അങ്ങനെ പറയും ചെയ്തിട്ട് കൊണ്ടുപോകുന്ന പരിപാടി ബിരിയാണി. അതൊരാൾക്ക് ഇപ്പം വരാനുണ്ട് ഉച്ചക്ക്, അവർ വാങ്ങാൻ വേണ്ടി വരും. അപ്പോൾ എന്നോട് അങ്ങനെ വെറുതെ എന്നെ മറ്റേതാക്കുന്നതാണ് അവർ. അപ്പോൾ ഇതെന്തായാലും ഉച്ചയ്ക്ക് ഒരാൾ വരും, അത് കൊടുക്കാനുള്ളത് തൂക്കിയിട്ട് ഐസിട്ട് വെക്കുന്നതാണ്. എന്നോട് പറയാം എന്നെ പറ്റിക്കുന്നതാണ്. ഒരു പൂച്ച എൻ്റെ അടുത്ത് വലിയൊരു മീൻ കാട്ടുകൊണ്ട് പോയി ടൈമിലിങ്ങനെ പിടിച്ച് നിന്നെയാണ്. അപ്പോൾ കോഴി കൊത്തി തായിട്ട് എടുക്കാൻ നോക്കുമ്പോഴത്തേക്ക് പൂച്ച എടുത്ത് കൊണ്ടപ്പോൾ ഇതിൻ്റെ അടിയിലുണ്ട്. നമ്മളെപ്പോഴും തിന്നാൻ കൊടുക്കുന്നൊരു പൂച്ചയാണ്. അതിനൊരു അടി ഉറപ്പാണ് എൻ്റെ കൈമ. അടിഞ്ഞ് പുറത്തേക്ക് വരട്ട് നല്ലോണം റെഡി കൊടുക്കണം. സംഭവം അങ്ങനെയുള്ള ഇതിൻ്റെ അടിയിലുണ്ട് വന്ന് നിന്നിട്ട്. ഇതാണ് നമ്മുടെ താറാവ്. തലക്ക് നെറ്റിപ്പൊട്ടെല്ലാം കെട്ടിയിട്ട് ഇതാ ഇവരെല്ലാം പെരങ്ങിന് മഴയായതുകൊണ്ട് ഇവരൊക്കെ കുളിക്കും. ഇപ്പോൾ കുറച്ച് പാട് തിന്നലൊക്കെ കഴിഞ്ഞിട്ടാകുമ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.